നമസ്കാരം. അനുദിനം പുതിയ വിവാദങ്ങളിലൂടെയാണ് തിരഞ്ഞെടുപ്പ് രംഗം കേരളത്തിൽ കടന്നു പോകുന്നത്. ഏറ്റവും പുതിയ വിവാദം കായംകുളം MLA-യും കായംകുളത്തെ ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥിയുമായ യു പ്രതിഭയ്ക്ക് നേരെ മുസ്ലിം ലീഗിലെ ഇർഷാദ് നടത്തിയ ഒരു അസഭ്യം എന്ന് തന്നെ പറയാവുന്ന ഒരു പരാമർശമാണ്. അത്ര ശ്ലീലമല്ലാത്ത, ഒരിക്കലും സംസ്കാരമില്ലാത്തൊരു പരാമർശം തന്നെയാണ് ഇർഷാദ് നടത്തിയത്. അത് അയാളുടെ കുട്ടിക്കാലം മുതലേ അയാൾ ഏത് സാഹചര്യത്തിലാണോ, എന്ത് ആശയങ്ങൾ പിന്തുടർന്നാണോ അയാൾ വളർന്നു വന്നത്, അതിൻ്റെ കുഴപ്പമാണ് എന്നേ ഞാൻ പറയുകയുള്ളൂ. ഇർഷാദോ യു പ്രതിഭയോ അല്ല ഇവിടുത്തെ പ്രധാന വിഷയം. അവരും വിഷയം തന്നെയാണ്, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം, അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു എന്ന് മാത്രം. ഇർഷാദിനെ മുസ്ലിം ലീഗ് പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. UDF അയാളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടക്കും. യു പ്രതിഭ കേസുമായി മുന്നോട്ട് പോകുന്നു. കാര്യങ്ങളെല്ലാം ചട്ടപ്പടി തന്നെ നടക്കുന്നു. ഇർഷാദിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇർഷാദ് ജയിലടിഞ്ഞാലും പുറത്തിറങ്ങരുത് എന്നുള്ള തരത്തിലാണ് ഇതിൻ്റെ ശിക്ഷ നടപ്പാക്കുവാൻ പോകുന്നതെങ്കിൽ വളരെ സന്തോഷം. ഇർഷാദിനെ മാത്രം അങ്ങനെ ശിക്ഷിച്ചാൽ മതിയോ? പുമ്പിള ഒരുമേ സമരക്കാരെ അപമാനിച്ച, നീചമായ ഭാഷയിൽ അപമാനിച്ച MM മണി ഇപ്പോഴും സ്വതന്ത്രനായി വിഹരിക്കുകയല്ലേ? അദ്ദേഹം തന്നെ ഒരു സ്കൂൾ പ്രിൻസിപ്പളിന് നേരെ കഥകടച്ച് മറ്റേ പരിപാടിയല്ലായിരുന്നു അവർക്ക് പണി എന്നുള്ള രീതിയിൽ അപമാനിച്ചത് സ്ത്രീത്വത്തെ അപമാനിക്കലല്ലേ? ഈ ഒരു ഇരട്ടത്താപ്പ് ഇർഷാദിനെ ന്യായീകരിക്കാൻ പറയുകയല്ല, പിടിച്ച് ജയിലിലിടൂ. ജയിലിടിഞ്ഞാലും പുറത്തു വരരുത്. യു പ്രതിഭയെന്നല്ല, രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിൽ ഒരിടവും കൊടുക്കാതെ മാറ്റി നിർത്തേണ്ട ഇത് തന്നെയാണ് ഒരു സമൂഹത്തിൻ്റെ കടമ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതിൽ ഒരു ഇരട്ടത്താപ്പ് പാടില്ല. അല്ലെങ്കിൽ ഒരാൾക്കൊരു നീതി, മറ്റൊരാൾക്ക് വേറൊരു നീതി എന്നുള്ള തരത്തിൽ ഇരട്ട നീതി നടപ്പാകുവാൻ പാടില്ല. ഇർഷാദ് കുറ്റക്കാരനാണെങ്കിൽ MM മണിയും കുറ്റക്കാരനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാപിയാണെങ്കിൽ KB ഗണേഷ് കുമാറും പാപിയാണ്. ഇത്തരത്തിലുള്ളൊരു വേർതിരിവ് നമ്മുടെ സമൂഹത്തിൽ വെച്ചു പുലർത്തുന്നുണ്ട്. അതിൻ്റെ ആശാന്മാരായിട്ട് നമ്മുടെ ഇടയിൽ വിലസുന്നത് LDF-കാരാണ്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, CPIM-കാർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയും KB ഗണേഷ് കുമാറിനെയും ഒരു തട്ടിൽ തൂക്കരുത്, ഇത് രണ്ടും രണ്ടാണ്, നാട് നീളെ നടന്ന് വ്യഭിചരിച്ച ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പ്രസ്താവിച്ചു. ശരിയായിരിക്കാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികൾ പുറത്തു വന്നതനുസരിച്ച് അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. സ്വയം 5000-ൽ കൂടുതൽ കാമുകിമാരുണ്ട് എന്ന് സ്വയം തന്നെ പ്രഖ്യാപിച്ച KB ഗണേഷ് കുമാർ വ്യഭിചാരി അല്ലാതെ പിന്നെന്താണ്? വിശേഷാൽ പ്രതിയോ? ഈ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ, ഇതാണ് പ്രശ്നം. കാരണം ഇർഷാദും രാഹുൽ മാങ്കൂട്ടവും ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അതുപോലെ തന്നെ ശിക്ഷിക്കപ്പെടേണ്ടവരാണ് KB ഗണേഷ് കുമാറും MM മണിയും. KB ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഗുരുതരമായൊരു വസ്തുതയും കൂടി കിടപ്പുണ്ട്. കാരണം KB ഗണേഷ് കുമാറിൻ്റെ ഭാര്യയ്ക്ക് പരാതിയില്ല എന്ന് പറഞ്ഞുവെങ്കിൽ പോലും കൃത്യമായിട്ട് ഈ വിവാദം നടക്കുന്ന KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്ന വിവാദം നടക്കുന്ന സമയങ്ങളിൽ മാധ്യമങ്ങളോടവർ പരസ്യമായി പ്രതികരിച്ചതാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ KB ഗണേഷ് കുമാറിലുണ്ട്. തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, തന്നെ തടഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചു, അംഗരക്ഷകരെ കൊണ്ട് തൻ്റെ ഫോൺ പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചു. ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാകാറുണ്ട് തുടങ്ങിയ പരാതികൾ അവർ മാധ്യമങ്ങളോട് ഉന്നയിച്ചതാണ്. തന്നെയുമല്ല, അവർ തന്നെയാണെന്ന് പറയുന്നു 112-ൽ പിങ്ക് പോലീസിൻ്റെ നമ്പറിൽ അവർ വിളിച്ച് പരാതി അറിയിച്ചിട്ട് പോലീസ് അതിന് നടപടിയെടുക്കുവാൻ വിസമ്മതിച്ചു. ഇതെല്ലാം അവരുടെ പ്രസ്താവനകളായി, മാധ്യമങ്ങളുടെ റെക്കോർഡഡ് എവിഡൻസായി, വീഡിയോ തെളിവുകളായി നമ്മുടെ മുൻപിലുള്ളതാണ്. സ്വമേധയാ പോലീസിന് കേസെടുക്കാവുന്ന വകുപ്പുകൾ ഇതിൽ നിരവധിയുണ്ട് എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത്. അതും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാവുന്ന എല്ലാ വസ്തുതകളും ഇതിലുണ്ട്, അല്ലെങ്കിൽ എല്ലാ തെളിവുകളും ഈ ഒരു പ്രസ്താവനയിലുണ്ട്. അവർക്ക് പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട്, അവർ പരാതി നൽകിയാലും ഇല്ലെങ്കിലും, കാരണം ഒരു കുറ്റകൃത്യം നടന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എത്തപ്പെട്ടിരിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ കൊന്നു എന്ന് ഞാനങ്ങ് പരസ്യമായി പറയുകയാണ്. അപ്പോൾ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് പരാതിയില്ല, അവർ പരാതി നൽകുന്നില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഞങ്ങൾക്ക് ദൈവതുല്യനാണ്, ഞങ്ങൾ മനോവിഷമം കൊണ്ട് അദ്ദേഹം കൊന്നു എന്ന് പറഞ്ഞു പോയതാണ്. അല്ലെങ്കിൽ അവരെൻ്റെ മേൽ ആരോപിക്കുന്ന ഒരു കുറ്റം ഞാൻ തന്നെ സമ്മതിച്ചൊരവസ്ഥയിൽ എൻ്റെ പേരിൽ കേസെടുക്കാതിരുന്നാൽ എങ്ങനെ ഇരിക്കും? ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ് KB ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിടിഞ്ഞാലും പുറത്തു വിടാത്ത രീതിയിൽ ഇർഷാദിനൊപ്പം തന്നെ അടുത്ത മുറിയിൽ പിടിച്ചിടൂ. പക്ഷേ KB ഗണേഷ് കുമാറിനെയും MM മണിയെയും കൂടി ഒരു 2 ജയിലറകൾ ഒരുക്കി കൊടുക്കണം എന്നുള്ളത് മാത്രമാണ്
ഇരട്ട നീതി ഇല്ലാത്തൊരു സമൂഹത്തിൻ്റെ മാനദണ്ഡം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർന്നിട്ടില്ല. ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ആണ് പത്രപ്രവർത്തകരുടെ മുൻപിൽ വന്നിരുന്ന്, മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ വന്നിരുന്ന് ഇത്തരമൊരു പ്രവൃത്തിയെ ന്യായീകരിക്കുകയും അതേ നാവ് കൊണ്ട് തന്നെ അത്തരമൊരു പ്രവൃത്തി ചെയ്ത മറ്റൊരു വ്യക്തിയെ തള്ളിപ്പറയുകയും ചെയ്യുന്നത്. അതേ വ്യക്തിയുടെ നേരെ തന്നെ മറ്റൊരു ആരോപണവും ഈ വ്യഭിചാരി എന്ന് അദ്ദേഹം ആരോപിച്ചൊരു വ്യക്തി ഉയർത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ ഭാര്യയെ ചുമരിൽ ചേർത്ത് നിർത്തി ബോക്സിംഗ് പരിശീലനം നടത്തിയ ഒരുവനെ തൻ്റെ മന്ത്രിസഭയിലെ 2ാം സ്ഥാനം നൽകി ആദരിച്ച വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ എന്നുള്ള ആരോപണം രാഹുൽ മാങ്കൂട്ടം ഉയർത്തിയിട്ടുണ്ട്. ആ ആരോപണം ആർക്ക് നേരെയാണ് ഉയരുന്നത് എന്ന് പരിശോധിച്ചാൽ അത് ചെന്ന് നിൽക്കുന്നത് ശ്രീ മുഹമ്മദ് റിയാസിലായിരിക്കും. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ വാർത്തകൾ പൊതുമണ്ഡലത്തിലുള്ളവ തന്നെയാണ്. ഈ പരാതികൾ മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണവും കാര്യങ്ങളും എല്ലാം തന്നെ പൊതുമണ്ഡലത്തിലുള്ളതാണ്. ഇത്തരത്തിലുള്ള ആരോപിതരായ കളങ്കിതരായ വ്യക്തികളെ ഒരു വശത്ത് സംരക്ഷിക്കുകയും മറുവശത്ത് ഇത്തരം കളങ്കിതരെ പാർട്ടിക്കാരാണ് എന്നുള്ള, എതിർ പാർട്ടിക്കാരാണ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി എതിർചേരിയിൽ നിൽക്കുന്നവരാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ വേട്ടയാടുകയും ചെയ്യുന്നു. വേട്ടയാടുക എന്ന് പറയണ്ട, ആ പദപ്രയോഗം ഞാൻ പിൻവലിക്കുന്നു. വേട്ടയാടുകയല്ല, അവർക്ക് നേരെ കൃത്യമായ നിയമ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ്. എന്നാൽ ഒരു വശത്ത് ഇതേ നിയമ നടപടികൾ തന്നെ അർഹിക്കുന്ന കുറ്റവാളികളെ അല്ലെങ്കിൽ കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന ഒരു മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു സർക്കാരാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആ ഒരു ഇരട്ടത്താപ്പ് പൊതുജനങ്ങളുടെ മുമ്പിൽ ഓരോ ദിവസവും തുറന്നു കാട്ടപ്പെടേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ ഇത്തരം പുതിയ വിവാദങ്ങൾ അനുദിനമെന്നോണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഉണ്ടായ വിവാദം ഇന്നുണ്ടാകുന്ന വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം മറന്നുപോകും. ഇത്ര മാത്രമേ തൽക്കാലം നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളൂ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.